കാറ്റത്തെ കിളിക്കുണ്ടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കൂട്ടുകാരിയുമൊത്ത് നിധി കോളേജിലെത്തുന്നു. ആദ്യം ഒരു മാഡത്തിന്റെ മുറിയിലേക്കാണ് നിധി പോയത്. നിധിയെ കണ്ടതും മാഡം പറഞ്ഞു, നന്നായി പഠിച്ച് ഗോൾഡ് മെഡൽ കിട്ടിയ കുട്ടിയാ, ഞങ്ങൾക്കൊക്കെ അഭിമാനമായിരുന്നു. ഇത്ര പെട്ടെന്ന് ലൈഫ് സ്പോയിൽ ചെയ്തല്ലോ മോളെ. ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ ആദ്യം പ്രിൻസിപ്പലിനെ കാണണം. പ്രിൻസിപ്പൽ എത്തിയിട്ടില്ല, അതുവരെ വെയിറ്റ് ചെയ്യേ. അപ്പോഴേക്കും നിധി വന്നതറിഞ്ഞ് സ്റ്റീഫൻ നിധിയുടെ ചേട്ടൻ അരുണിനെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നു. സ്റ്റീഫൻ പറഞ്ഞു, നിധി കോളേജിൽ വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് എന്തോ കളഞ്ഞു പോയെന്നോ അത് റീ അപ്ലൈ ചെയ്യണമെന്നോ പറഞ്ഞു വന്നതാ. അവളുടെ ഒരു ക്ലാസ്മേറ്റ് കൂടെയുണ്ട്, വേറെ ആരുമില്ല. വന്നാൽ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് വിളിച്ചതാ. അത് കേട്ടതും അരുൺ കോളേജിലേക്ക് പുറപ്പെട്ടു. പ്രിൻസിപ്പലിനെയും വെയിറ്റ് ചെയ്ത് നിധി നിൽക്കുമ്പോൾ സുധീഷ് വിളിക്കുന്നു. പോയ കാര്യം എന്തായി? അച്ഛൻ കൂടെ വന്നിട്ടുണ്ടല്ലേ? എന്നിട്ടെന്താ എന്നോട് പറയാത്തെ? ആൻഡ്രോസ് പറഞ്ഞിട്ട് വേണോ ഞാനറിയാൻ? സുധീഷ് ചോദിച്ചു. നിങ്ങളുടെ അച്ഛൻ വഴിയിൽ കാറ് തടഞ്ഞു കയറിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞിട്ടാണോ അച്ഛൻ വന്നേ? നിധി ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുകയോ മോശമായിട്ട് വർത്താനം പറയുകയോ ചെയ്താൽ അപ്പോൾ വണ്ടി ഇറക്കി വിട്ടോളണോട്ടോ, അതെവിടെയാണെങ്കിലും. മനസ്സിലായോ? സുധീഷ് പറഞ്ഞു. ഞാൻ പ്രിൻസിപ്പലിനെ കാണാൻ വെയിറ്റ് ചെയ്യുക, പിന്നെ വിളിക്കാം. ഇത്രയും പറഞ്ഞ് നിധി കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും ദാ വരുന്നു മാഡം. മാഡം പറഞ്ഞു, നിധി പ്രിൻസിപ്പൽ സ്ഥലത്തില്ല, എന്തോ പേഴ്സണൽ ആവശ്യത്തിനായി ഔട്ട് ഓഫ് സ്റ്റേഷനില്ല, 3-4 ദിവസം കഴിഞ്ഞേ വരൂ എന്ന് മെയിലുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടിയേ തീരൂ മാഡം. ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? നിധി ചോദിച്ചു. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്കണം. ആ FIRന്റെ കോപ്പിയുമായിട്ട് വേണം ഇവിടെ വന്ന് അപേക്ഷ തരാൻ. അത് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കും. എത്രയും പെട്ടെന്ന് നീ ഇത് ചെയ്യാൻ നോക്ക്. ഇത്രയും പറഞ്ഞ് മാഡം പോയി. അങ്ങനെ കോളേജിൽ നിന്നിറങ്ങുന്ന നിധിയെ ഇടിച്ചിടാനെന്ന വണ്ണം അരുൺ കാറുമായി അവിടെ എത്തി. ഭാസ്കരൻ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ചോദിച്ചു, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? അവിടെ കാറ് നിർത്തിയിരിക്കുന്നതും ആളുകൾ വഴി നടക്കുന്നതും ഒന്നും കണ്ടൂടെ നിനക്ക്? ഭാസ്കരൻ ചോദിച്ചു. എന്താടി, ഞങ്ങളുടെ ഒരു ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവളല്ലേ നീ? ഇപ്പോൾ നിനക്ക് സർട്ടിഫിക്കറ്റ് വേണം അല്ലേ? നിന്റെ കാശ് കൊണ്ടാണോ നീ പഠിച്ചത്? അല്ലല്ലോ, അച്ഛനല്ലേ നിന്നെ പഠിപ്പിച്ചേ. ഞങ്ങളെ നിനക്ക് വേണ്ട, ഞങ്ങളുടെ കാശ് കൊണ്ട് പഠിച്ച ഡിഗ്രി നിനക്ക് വേണം അല്ലേ? അതുകൂടി ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വരുന്നില്ലേ നിനക്ക്? അരുൺ ചോദിച്ചു. അച്ഛൻ്റെ പണത്തിന് നിങ്ങൾക്ക് മാത്രമാണോ അവകാശം? ഒരു ദിവസം ഞങ്ങൾ നിന്നെ തേടി വരുമെന്ന് വെല്ലുവിളിച്ചിറങ്ങിപ്പോയതല്ലേടി നീ? ഇപ്പോൾ അച്ഛൻ്റെ കാശിന് അവകാശം പറഞ്ഞ് വരാൻ തുടങ്ങിയോ? എന്താടി, ആ ഡ്രൈവർ നിന്നെ നടുറോഡിൽ ഉപേക്ഷിച്ചോ? അരുൺ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ വീട്ടുപടിക്കൽ ഭിക്ഷ തേടി വന്നതല്ല, ഞാൻ പഠിച്ച എൻ്റെ കോളേജിലേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നതാ. നിങ്ങളാ അനാവശ്യമായിട്ട് എന്നെ തേടി വന്ന് വഴക്കുണ്ടാക്കാൻ നോക്കുന്നേ, നിധി പറഞ്ഞു. അന്ന് നിന്റെ സർട്ടിഫിക്കറ്റ് കത്തിച്ച് കളഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ, ഒരു കാലത്തും നിനക്ക് സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാൻ പാടില്ലെന്ന്. അച്ഛനെയും അമ്മയും മറ്റു കുടുംബക്കാരെയും നാണം കെടുത്തി പോയിട്ട് നിനക്ക് മാത്രം എല്ലാം ശരിയായി നടക്കണമല്ലേ? ഇല്ല, ഈ ജന്മത്ത് നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല. ഇത് കേട്ട് നിധി പറഞ്ഞു. താൻ ആരാണെന്നാ തൻ്റെ വിചാരം? ഞാൻ പഠിച്ച് പാസ്സായ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ എനിക്ക് തൻ്റെ ഔദാര്യമൊന്നും വേണ്ട. അത് ഞാൻ സാധിക്കും. അതിനുള്ള പ്രോസസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു, നിധി പറഞ്ഞു. ഓഹോ, അതിനുള്ള ഫോം എഴുതി കൊടുത്തിട്ട് വന്നിരിക്കുകയാണോ? അതിൻ്റെ അഹങ്കാരമാണോ? അരുൺ ചോദിച്ചു. എന്നിട്ട് നിധിയുടെ കയ്യിലിരുന്ന പേപ്പറുകൾ തട്ടിപ്പറിച്ച് പിടിച്ചു വാങ്ങി വലിച്ചു കീറി കളഞ്ഞു. ഞങ്ങളെ നാണം കെടുത്തിയിട്ട് അങ്ങനെ സമാധാനത്തോടെ നീ ജീവിക്കണ്ട, അരുൺ പറഞ്ഞു. താനെന്താ ഗുണ്ടായുസം കാണിക്കുകയാണോ? പോലീസിനെ വിളിച്ച് തന്നെ അകത്താക്കുന്നത് കാണണോ? നിധി ചോദിച്ചു. കോളേജ് വിട്ടാൽ വീട്, വീട് വിട്ടാൽ കോളേജ്, അങ്ങനെയായിരുന്നവൾക്കിപ്പോൾ പോലീസും കേസും ഒക്കെ സാധാരണ കാര്യങ്ങളായോ? നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴേ നാണം കൊണ്ട് തുണി ഉലിഞ്ഞു പോവുക, അരുൺ പറഞ്ഞു. വായടയ്ക്കടോ, താനും കോളേജിൽ പോയി പഠിച്ചിട്ട് തന്നെയല്ലേ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഒരു തെരുവ് കൊണ്ടയെ പോലെ പെരുമാറാൻ തനിക്ക് നാണം തോന്നുന്നില്ലേ? നിധി ചോദിച്ചു. ഇനി നീ മീഡിയ, നിന്റെ പല്ല് ഞാൻ തല്ലിക്കൊഴിക്കും. ഞങ്ങളെ നാണം കെടുത്താൻ ഇനി ഈ നാട്ടിലേക്ക് വന്നു പോകരുത്, ഇറങ്ങിപ്പോടി ഇവിടുന്ന്, അരുൺ പറഞ്ഞു. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നതാ. എന്നെ കാണാൻ തനിക്ക് വയ്യെങ്കിൽ താൻ വീട്ടിലിരുന്ന് കൊള്ളണം. ഇത് കേട്ടതും അരുൺ നിധിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. അത് കണ്ടപ്പോൾ ഭാസ്കരൻ ആ പ്രശ്നത്തിൽ ഇടപെട്ടു. ആ ഡ്രൈവർ തന്നെയുടെ തന്തയല്ലോടോ താൻ? കുറെ കാലം ജയിലിൽ കിടന്ന കൊലപ്പുള്ളി, അരുൺ ചോദിച്ചു. അതേടാ, ഭാസ്കരൻ കൊലകുറ്റത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ ഇമാതിരി പോക്കത്തരം ജീവിതത്തിൽ ഒരിക്കലും കാണിച്ചിട്ടില്ല, ഭാസ്കരൻ പറഞ്ഞു. ഞാൻ അവളെ അടിക്കും, കൊല്ലും. താൻ എന്ത് ചെയ്യും? ഇത്രയും പറഞ്ഞ് അരുൺ ഭാസ്കരന്റെ ദേഹത്ത് പിടിച്ച് തള്ളിയതും ഭാസ്കരൻ അരുണിനെയും കൂട്ടുകാരനെയും മാറി മാറി തല്ലി. ആ ദേഷ്യത്തിൽ അരുൺ കാറിൽ നിന്ന് കത്തിയെടുത്ത് ഭാസ്കരനെ ഒറ്റക്കുത്ത്. ഇത് കണ്ട് നിധി പേടിച്ച് അലറി. ഭാസ്കരൻ കൈകൊണ്ട് കത്തി തടഞ്ഞു. ഭാഗ്യത്തിന് കയ്യിൽ മാത്രമാണ് കുത്തേറ്റത്. അപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടി. ഭാസ്കരനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഡ്രസ്സ് ചെയ്ത് മടങ്ങുന്ന നേരം കാറിൽ ഭാസ്കരനും നിധിയും ഒറ്റയ്ക്കായ നേരം നിധി ഭാസ്കരനോട് ആ കാര്യം ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ദേഷ്യപ്പെടരുത്, തെറ്റാണെങ്കിൽ പൊറുക്കണം. നിങ്ങളുടെ വൈഫിനെ കൊന്നത് നിങ്ങൾ തന്നെയാണോ? നിധി ചോദിച്ചു. നിധിയുടെ ചോദ്യം കേട്ട് ഭാസ്കരൻ പറഞ്ഞു. അവളെ മാത്രമല്ല, അനേകം ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും തൊന്തരവുണ്ടാക്കിയാൽ അവരെയും കൊല്ലും.
നിന്റെ ആ തടിമാടൻ ചേട്ടനോടൊന്ന് പറഞ്ഞു വെച്ചേക്ക് ഭാസ്കരനെ കൊലപാതകം എന്നത് വലിയ കാര്യമൊന്നുമല്ലെന്ന്. നേരം ഒരുപാട് വൈകിട്ടും അച്ഛനെയും നിധിയെയും കാണാത്തതുകൊണ്ട് സുധീഷ് ചോദിച്ചു, ഹരീഷേ, എന്താടാ അവരെ കാണാത്തെ? അവൾ എത്തുന്നതുവരെ എനിക്ക് ടെൻഷനാ. ഇത് കേട്ട് ഹരീഷ് പറഞ്ഞു, പറ്റിച്ചു കൊണ്ടുവന്നതല്ലേ, ഇട്ടേച്ച് പോകുമെന്നുള്ള ടെൻഷനാണോ? നിങ്ങൾക്ക് നടന്നു എന്ന് പറയുന്നത് ഒരു കള്ള കല്യാണം, തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടല്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ? ഹരീഷ് ചോദിച്ചു. അപ്പോഴേക്കും അവരെത്തി. ഭാസ്കരന്റെ കയ്യിലെ കെട്ടുകണ്ട് എന്ത് പറ്റിയാണെന്നാണെന്നോർത്ത് എല്ലാവരും മാറി മാറി ചോദിച്ചു. ഭാസ്കരൻ പറഞ്ഞു, അതൊരു അങ്കത്തഴം പാടാ. പ്രതിയോഗി പ്രതീക്ഷിക്കാതെ ഉറുമിയെടുത്ത് വീശി. പരിചയ്ക്ക് വെട്ടിയൊതുക്കാൻ പറ്റാത്തതുകൊണ്ട് കൈവച്ച് തടഞ്ഞു. ഇത്രയും പറഞ്ഞ് ഭാസ്കരൻ വരാന്തയിലിരുന്നു. പിന്നീട് നിധി തന്നെ നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അച്ഛൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനാകുമായിരുന്നു ആശുപത്രിയിൽ. എനിക്കുള്ളതാ അച്ഛൻ വാങ്ങിയത്, നിധി പറഞ്ഞു. ഇത് കേട്ട് സുധീഷ് ചോദിച്ചു, അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ കൂടെ വരാമെന്ന്, കേട്ടില്ലല്ലോ? നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബൈ.